ഹലോ, വെൽക്കം ടു XandY Learning. ഓക്കെ, അപ്പോൾ നമ്മുടെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയൊരു മാറ്റം കൂടി സംഭവിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഡേറ്റുകളിൽ 1ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള പരീക്ഷകളുടെ ഡേറ്റുകളിൽ ചെറിയൊരു മാറ്റം കൂടി വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 8-9 ക്ലാസ്സുകളുടെ ടൈം ടേബിൾ ആദ്യം നമുക്ക് പറയാം. മറ്റ് ക്ലാസ്സുകളിലും എന്ത് ചെയ്തിട്ടുണ്ട്, വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഡീറ്റെയിലുകൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിൽ നമ്മൾ എന്ത് ചെയ്യും, പോസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും 13ാം തീയതി തന്നെയാണ് പിന്നെ പരീക്ഷകൾ തുടങ്ങുന്നത്. 13ാം തീയതി തന്നെയാണ് 8ാം ക്ലാസ്സിനും 9ാം ക്ലാസ്സിനും 1ാം ഭാഷാ പേപ്പർ 1 പിന്നെ എക്സാം ഉള്ളത്. അതേപോലെ തന്നെ 14ാം തീയതിയും അതിൻ്റെ പേപ്പർ 2 എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാം ഉണ്ട്. അപ്പോൾ എല്ലാ ദിവസവും പരീക്ഷ തുടങ്ങുന്നത് ഉച്ചക്കാണ്. ഉച്ചക്ക് 1:30 പരീക്ഷകൾ തുടങ്ങുന്നത്. ഏകദേശം 3:15 വരെയാണ് പരീക്ഷയുള്ളത്. ഓക്കെ, അതിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രം 2:15 പരീക്ഷ തുടങ്ങി 4 മണി വരെ ആയിരിക്കും പരീക്ഷ ഉണ്ടാവുക. ഓക്കെ, 8ാം ക്ലാസ്സിനാണെങ്കിൽ ആദ്യം പേപ്പർ 1ഉം പേപ്പർ 2ഉം, അതിനുശേഷം കലാകായിക പ്രവൃത്തി പരിചയം, അതിനുശേഷം ഹിന്ദി, സാമൂഹ്യ ശാസ്ത്രം, ഇംഗ്ലീഷ്, അടിസ്ഥാന ശാസ്ത്രം. അതേപോലെ തന്നെ ഏകദേശം 30ാം തീയതി വരെയാണ്, മാർച്ച് 30ാം തീയതി വരെയാണ് പരീക്ഷയുള്ളത്. 30ാം തീയതി ഗണിതത്തോടുകൂടി, മാത്സോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, 8ാം ക്ലാസ്സിൻ്റെ പരീക്ഷ അവസാനിക്കുന്നത്. എന്നാൽ 9ാം ക്ലാസ്സിനാണെങ്കിൽ ഇംഗ്ലീഷ്, ഹിന്ദി, കെമിസ്ട്രി, സാമൂഹ്യ ശാസ്ത്രം, ഫിസിക്സ്, ഗണിതം, ബയോളജി, അവസാനം കലാകായിക പ്രവൃത്തി പരിചയം. ഈ രൂപത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഒരു ഓർഡർ പോകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ദിവസങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാകും. അതിൻ്റെ PDF നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു നിലക്കാണ് അതിൻ്റെ ഒരു വ്യത്യാസം വന്നിട്ടുള്ളത്. ഇതിൽ തന്നെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഇതിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് സർക്കാർ എന്തെങ്കിലും രൂപത്തിലുള്ളൊരു അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് മാർച്ച് 31ാം തീയതി ആ പരീക്ഷ ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു 1:30 പരീക്ഷ തുടങ്ങുക അല്ലെങ്കിൽ 2:15 പരീക്ഷ തുടങ്ങുക എന്ന് പറയുന്നത് അത് കൂൾ ഓഫ് ടൈം അടക്കമുള്ള ഒരു സമയമാണ് കൊടുത്തിട്ടുള്ളത് എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. ഇനി മറ്റ് 1 മുതൽ പിന്നെ 7ാം ക്ലാസ് വരെയുള്ള പിന്നെ ടൈം ടേബിളും എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായി മനസ്സിലാക്കുക. പിന്നെ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ പ്രിപ്പറേഷൻസിലാണെങ്കിലും നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസിലാണെങ്കിലും അത്തരത്തിലുള്ള മാറ്റങ്ങളെല്ലാം വരുത്തുക. ഈ ഒരു മാറ്റം അത് മാറിയല്ലോ അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ചർച്ച ചെയ്ത് കളയുന്നതിന് പകരം നമ്മൾ ഇനി മുതൽ എന്ത് ചെയ്യുക, ഇനി അങ്ങോട്ട് എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മുടെ ടൈം ടേബിളുകളിലും നമ്മുടെ പ്രിപ്പറേഷൻസിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ആ രൂപത്തിൽ തന്നെ പോവുക. റിവൈസ് ചെയ്യാനുള്ള സമയമാണ്, ഏറ്റവും അവസാനത്തെ സമയമാണ്. അത് ഏറ്റവും നന്നായി തന്നെ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായി തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക, നന്നായി തന്നെ പെർഫോം ചെയ്യുക. ഞങ്ങളുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ ആശംസകളും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. താങ്ക് യു.